ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡ്രഗ് കാൽക്കുലേഷൻ. നിങ്ങൾക്കറിയാം, ഡ്രഗ് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡ്രഗ് കാൽക്കുലേഷനിൽ നിന്ന് ഉണ്ടാകും. സോ നമുക്ക് ആദ്യം ഡ്രഗ് കാൽക്കുലേഷനിൽ നോക്കാനുള്ളത് കൺവേർഷൻസ് ആണ്. കൺവേർഷൻസ് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഡ്രഗ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയൂ. സോ കൺവേർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ എത്രയാണ്, 1 ടീസ്പൂൺ എത്രയാണ്, 1 ഔൺസ് എത്രയാണ്, 1 കപ്പ് എത്രയാണ്, അങ്ങനെ ഒരു 15-20 കൺവേർഷൻസ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ എത്രയാണെന്നാണ്. സോ 1 teaspoon is equal to 5 ml. So 1 teaspoon is equal to 5 ml. Then 1 tablespoon is equal to 15 ml. 1 tablespoon is equal to 15 ml. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസ്മാർ പറയുകയാണ് 15 ml പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കൊടുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത് 15 ml ആണെന്ന്. ദെൻ 1 ഔൺസ് എന്ന് പറയുന്നത് 30 ml ആണ്. 1 ഔൺസ് എന്ന് പറയുന്നത് 30 ml ആണ്, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആണ്. സിംപ്ലി പറയുകയാണെങ്കിൽ 1 ഔൺസ് എന്നത് 30 ml ഓർ 2 ടേബിൾ സ്പൂൺ. നെക്സ്റ്റ് 1 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. 1 കപ്പ് 240 ml ആയിരിക്കും. 1 പൈൻറ്റ് എന്നത് 480 ml ആയിരിക്കും, അല്ലെങ്കിൽ 2 കപ്സ്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. 1 പൈൻറ്റ് എന്നത് പറയുന്നത് 480 ml, അല്ലെങ്കിൽ 2 കപ്സ്. നെക്സ്റ്റ് വൺ ഈസ് 1 ക്വാർട്ടർ. 1 ക്വാർട്ടർ ഈസ് ഈക്വൽ ടു 960 ml. സോ 1 ക്വാർട്ടർ ഈസ് ഈക്വൽ ടു 960 ml ആയിരിക്കും. ഒന്നുകൂടി നോക്കിയാൽ 1 ടീസ്പൂൺ ഈസ് ഈക്വൽ ടു 5 ml. 1 tablespoon is equal to 15 ml. 1 ounce 30 ml or 2 tablespoon. 1 cup 240 ml ആയിരിക്കും. And 1 pint 480 ml. And 1 quarter is 960 ml. 1 quarter is 960 ml. Next one, 1 grain, that is 60 mg. 1 grain is equal to 60 mg. Then 1 kg, 1000 gram. 1 kg is equal to 1000 gram. Drug calculation il kg വളരെ important ആണ്. അടുത്തത് 1 gram. 1 gram is 1000 milligram. 1 gram is equal to 1000 milligrams. And 1 kg, 1000 gram. 1 kg is equal to 1000 gram. 1 gram is equal to 1000 milligram. 1 gram is equal to 1000 milligram. Next, 1 milligram is equal to 1000 microgram. 1 liter is equal to 1000 ml. Then 1 liter is equal to 1000 ml. 1 hour is equal to 60 minutes. 1 hour is equal to 60 minutes. ഇത്രയുമാണ് നമ്മൾ കൺവേർഷൻസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഒരു ടേബിളാക്കി നോട്ട്ബുക്കിലോ പേപ്പറിലോ ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. സോ മുന്നോട്ട് ഡ്രഗ് കാൽക്കുലേഷനിൽ വരുമ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ കൂടുതൽ കണ്ടുപിടിക്കാനായിട്ട്. എക്സാമ്പിൾ, 1 ലിറ്റർ IV ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ആ IV ഫ്ലൂയിഡിനെ നമ്മൾ ml കൺവേർട്ട് ചെയ്യണം. സോ ഇങ്ങനെ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഈ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ കൺവേർഷൻസ് ആണ്. ടെമ്പറേച്ചർ കൺവേർഷൻസ്, അതിന് 2 കാൽക്കുലേഷൻ ഉണ്ട്. യൂഷ്വലി നമ്മൾ ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്നത് ഒന്ന് ഡിഗ്രി സെൽഷ്യസിലും ഒന്ന് ഡിഗ്രി ഫാരൻഹീറ്റിലും ആണ്. ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ആണെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിൽ കിട്ടിയതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫാരൻഹീറ്റിൽ കിട്ടിയത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് F-32 ഇൻറ്റു 5/9. F-32 ഇൻറ്റു 5/9. അടുത്തത് ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷനാണ്. ഇപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ ഇതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുവാനുള്ള ഇക്വേഷനാണ് C ഇൻറ്റു 9/5.
പ്ലസ് 32. ഒന്നുകൂടെ നോക്കുക, C ഇൻറ്റു 9/5 പ്ലസ് 32. ഫോർ എക്സാമ്പിൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എങ്കിൽ ഇതിനെ സെൽഷ്യസിലേക്ക് മാറ്റാൻ F-32 ഇൻറ്റു 5/9. അതൊന്നുകൂടി ഓർത്ത് വെക്കുക. ഈ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ 100 ആണെന്ന് കരുതുക. 100 ഡിഗ്രി ഫാരൻഹീറ്റ് ഇതിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുവാനായി നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് F-32. F ഓൾറെഡി നമുക്കിവിടെ തന്നിരിക്കുന്നത് 100 എന്നാണ്. സോ F-32, അതായത് 100 മൈനസ് 32 ഇൻറ്റു 5/9. അതായത് 100 - 32 എന്ന് പറഞ്ഞ് നമുക്കറിയാം 68 ആണ്. സോ 68 ഇൻറ്റു 5/9. ഇതിൽ 5/9 ആൻഡ് 32 എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴും ഈ ഇക്വേഷൻ്റെയൊക്കെ വാല്യൂസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൽ ആഡ് ചെയ്യേണ്ടത് 100 ഡിഗ്രി, അതായത് നമുക്ക് കിട്ടിയ ടെമ്പറേച്ചർ 100 ആണെന്ന് വെക്കുക. 100 ആണെങ്കിൽ, അല്ലെങ്കിൽ 101, അല്ലെങ്കിൽ 98, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ തന്നിരിക്കുന്നത്. സോ നമ്മൾ പേഷ്യൻ്റ് ടെമ്പറേച്ചർ കിട്ടുന്നത് ഇവയിലാണെങ്കിൽ ഇവിടെ കൊടുക്കുക ഏതാണെന്നുള്ളത്. ദെൻ -32, ഇപ്പോൾ 100 ആണെങ്കിൽ 100 - 32, 101 ആണെങ്കിൽ 101 - 32 അങ്ങനെ കൊടുക്കുക. സോ ഇവിടുത്തെ കാൽക്കുലേഷൻ 68 ഇൻറ്റു 5/9. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 100 - 32 എന്ന് പറയുന്നത് 68 ആയിരിക്കും. 68 ഇൻറ്റു 5/9. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 37.7 ഡിഗ്രി സെൽഷ്യസ് എന്നായിരിക്കും. 37.7 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്യാം. അതായത് 37.7 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റാം. ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ C ഇൻറ്റു 9/5 പ്ലസ് 32 ആയിരുന്നു. ഇതിൽ 9/5 ആൻഡ് 32 കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ 37.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ 37 ഇൻറ്റു 9/5 പ്ലസ് 32, അതായത് 37 ഇൻറ്റു 9 ആദ്യം ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32. അപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. സോ 66.6 പ്ലസ് 32. അപ്പോൾ എത്ര കിട്ടും? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇക്വേഷൻസ് രണ്ടും ഒന്നുകൂടി ഓർത്തിരിക്കുക. ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നതിൻ്റെ ഇക്വേഷൻസ് വീണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലഡ് പ്രഷർ കാൽക്കുലേഷൻ ആണ്. ഇതിൽ ആദ്യം നോക്കുന്നത് പൾസ് പ്രഷർ കാൽക്കുലേഷൻ. ദ സെക്കൻഡ് വൺ ഈസ് മീൻ ആർട്ടീരിയൽ പ്രഷർ, MAP. ഫസ്റ്റ് നമുക്ക് പൾസ് പ്രഷർ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പൾസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. So equation is systolic blood pressure minus diastolic blood pressure. For example, 120 mm of Hg ആണ് systolic blood pressure, 60 ആണ് diastolic blood pressure. അപ്പോൾ പൾസ് പ്രഷർ എന്ന് പറയുന്നത് 120 മൈനസ് 60 is equal to 60 mm of Hg. അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതാകും പൾസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മീൻ ആർട്ടീരിയൽ പ്രഷർ, MAP. മീൻ ആർട്ടീരിയൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പ്ലസ് 2 ഇൻറ്റു ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡിവൈഡഡ് ബൈ 3. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പ്ലസ് 2 ഇൻറ്റു ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡിവൈഡഡ് ബൈ 3. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. പേഷ്യൻ്റ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 mm of Hg ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 60. അങ്ങനെയാകുമ്പോൾ മീൻ ആർട്ടീരിയൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 2 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് മീൻസ് 120 പ്ലസ് 2 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 3, 240 ആൻഡ് ദെൻ 240 എന്നായിരിക്കും നമ്മളുടെ ആൻസർ. അതിനെ ഡിവൈഡഡ് ബൈ 3, ദാറ്റ് മീൻസ് 80 mm of Hg ആയിരിക്കും പേഷ്യൻറ്റിൻ്റെ മീൻ ആർട്ടീരിയൽ പ്രഷർ. നമ്മളപ്പോൾ ബ്ലഡ് പ്രഷർ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനായി പഠിച്ചു. ഫസ്റ്റ് വൺ പൾസ് പ്രഷർ,
ആൻഡ് സെക്കൻഡ് വൺ മീൻ ആർട്ടീരിയൽ പ്രഷർ. ഇത് രണ്ടും ആകും ബ്ലഡ് പ്രഷർ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനിയും നമുക്ക് പീഡിയാട്രിക് ഡ്രഗ് കാൽക്കുലേഷനിലേക്ക് പോകാം. ഇതിൽ 2 ഇക്വേഷൻസ് മാത്രമാണ് ഉള്ളത്. യങ്സ് റൂൾ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലാർക്സ് റൂൾ. യങ്സ് റൂൾ എന്നാൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഏജ് റിലേറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ ഇക്വേഷൻസ് ഏജിലായിരിക്കും. എന്നാൽ ക്ലാർക്സ് റൂളിൽ വെയിറ്റ് ആയിരിക്കും, അതും പൗണ്ടിൽ. ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതിയാകും. സിംപ്ലി പറയുവാണെങ്കിൽ യങ് റൂൾ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഏജ് ആൻഡ് ക്ലാർക്സ് റൂൾ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ വെയിറ്റ്. ഇനി ഇക്വേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏജ് ഇയറിലാണ് ആൻഡ് ഡിവൈഡഡ് ബൈ ഏജ് ഇയർ പ്ലസ് 12 ഇൻറ്റു അഡൾട്ട് ഡോസ്. യങ്സ് റൂൾ ഇയർ റിലേറ്റഡ് ആയതുകൊണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏജ് ഇൻ ഇയേഴ്സ്. ഇയേഴ്സ് എന്ന് പ്രത്യേകം പറയാൻ കാരണം ക്വസ്റ്റ്യനിൽ 18 മന്ത്സ് ഓർ 16 മന്ത്സ് എന്നൊക്കെ ആയിരിക്കും തരുന്നത്. അതിനെ നമ്മൾ ഇയറിലേക്ക് മാറ്റണം. ആൻഡ് അഡൾട്ട് ഡോസ് എന്താണെന്ന് പറയാം. അതിനു മുൻപ് ക്ലാർക്സ് റൂൾ നമ്മൾ പറഞ്ഞു വെയിറ്റ് റിലേറ്റഡ് ആകും. പക്ഷേ പേഷ്യൻ്റ് വെയിറ്റ് LBയിലായിരിക്കും. അതുപോലെ ക്ലാർക്സ് റൂൾ എപ്പോഴും വെയിറ്റിലാണെങ്കിലും അത് kgയിൽ ആയിരിക്കില്ല, പൗണ്ടിലായിരിക്കും. സോ ഇക്വേഷൻ മസ്റ്റ് ബി വെയിറ്റ് ഇൻ LB ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു അഡൾട്ട് ഡോസ്. ഈ 2 ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നുകൂടെ നമുക്ക് ഇക്വേഷൻസ് നോക്കാം. യങ്സ് റൂളിൽ ഏജ് ഇൻ ഇയർ ഡിവൈഡഡ് ബൈ ഏജ് ഇൻ ഇയർ പ്ലസ് 2 ഇൻറ്റു അഡൾട്ട് ഡോസ്. ക്ലാർക്സ് റൂളിൽ വെയിറ്റ് ഇൻ LB ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു അഡൾട്ട് ഡോസ്. ഇനിയും അഡൾട്ട് ഡോസ് എന്താണെന്ന് നോക്കിയാൽ അഡൾട്ട് ഡോസ് എപ്പോഴും ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവും. ഒരു വയൽ ടോട്ടൽ mg ആണ് സാധാരണ അഡൾട്ട് ഡോസ് എന്ന് പറയുന്നത്. നമുക്ക് അഡൾട്ട് ഡോസിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ആവറേജ് അഡൾട്ട് ഡോസ് ഓഫ് അമോക്സിസിലിൻ ഈസ് 500 mg. ചൈൽഡ് വെയിറ്റ് ഈസ് 26 pound and it's 18 months older. How many mg per dose are needed for this case? സോ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ ഇക്വേഷനിൽ ആവശ്യമായ എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏജ് ആൻഡ് അഡൾട്ട് ഡോസ് തന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നൽകിയിരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് ആണ്. പേഷ്യൻ്റ് വെയിറ്റ് നമുക്കിവിടെ ആവശ്യമില്ല. സോ പേഷ്യൻറ്റിൻ്റെ ഏജ് എത്രയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. 18 മന്ത്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ പേഷ്യൻ്റ് മന്ത്സിനെ നമ്മൾ ഇയർ ആക്കണം. സോ 1.5 ഇയേഴ്സ്, 18 മന്ത്സ് എന്ന് പറയുന്നത് 1.5 ഇയേഴ്സ്. നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏജ് എന്നത് 1.5 ഇയേഴ്സ്. സോ അഡൾട്ട് ഡോസ് 500 mg. ഇത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. 1.5 ഡിവൈഡഡ് ബൈ 1.5 പ്ലസ് 12 ഇൻറ്റു 50 mg is equal to 56.6 mg. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ക്ലാർക്സ് റൂൾ എന്താണെന്ന് നോക്കാം. ക്ലാർക്സ് റൂൾ ഈസ് വെയിറ്റ് ഇൻ പൗണ്ട്സ് ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു അഡൾട്ട് ഡോസ്. ഫോർ എക്സാമ്പിൾ, ദ ആവറേജ് അഡൾട്ട് ഡോസ് ഓഫ് അമോക്സിസിലിൻ ഈസ് 500 mg and the child weight is 26 pound, 18 months old. How many mg per dose is needed? Same as the above question. Patient weight is 26 lb and the equation is 26 lb divided by 150 into 500. So 150 is constant, 500 is adult dose. So the answer is 86.6 mg. ഇതായിരിക്കും ക്ലാർക്സ് റൂള്. സോ ആൻഡ് ക്ലാർക്സ് റൂളും യങ്സ് റൂളും നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ചെയ്ത് നോക്കുക. ഇനിയും നമുക്ക് റിസർച്ച് കാൽക്കുലേഷൻ നോക്കാം. റിസർച്ച് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്താണെന്ന് മാത്രം ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. മീൻ, മീഡിയൻ, മോഡ്. ആദ്യം നമുക്ക് മീൻ എന്താണെന്ന് നോക്കാം. മീൻ എന്നാൽ നമുക്കൊരു സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് കരുതുക. അതായത് 0, 1, 2, 3, 4 ഇങ്ങനെയുള്ള കണ്ടിന്യൂ ചെയ്തു പോകുന്ന നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സം ഓഫ് ദ ടോട്ടൽ നമ്പേഴ്സ്, അതായത് 1 + 2 + 3 + 4, അതായത് 4 നമ്പേഴ്സാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അവയുടെ സം എടുക്കുക, എന്നിട്ട് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അതായത്
ഇഫ് നമ്പേഴ്സ് ഇവിടെ എത്ര നമ്പർ തന്നിട്ടുണ്ടോ അതിൻ്റെ ഈ സം ചെയ്ത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് സം ഓഫ് ദി നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ഇൻ എ സീരീസ്. എക്സാമ്പിൾ മുമ്പേ പറഞ്ഞതുപോലെ 1 + 2 + 3 + 4 അങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് 10 കിട്ടുന്നു. ദെൻ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ് എത്രയെന്ന് നോക്കുക. 4 നമ്പേഴ്സ് ആണുള്ളത്. സോ 10/4 സം ഓഫ് ദി നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ഇൻ എ സീരീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെ ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് മീഡിയൻ എന്നാൽ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. അതായത് 1 2 3 4 5 ഇതിൻ്റെ മീഡിയൻ എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സെൻട്രൽ വരുന്ന നമ്പർ. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ വരുന്നത് 3 ആണ്. സോ ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുമ്പോൾ 3. ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. മീഡിയൻ ഓഡ് നമ്പേഴ്സ് ഉണ്ട്, ഈവൻ നമ്പേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് 1 നമ്പർ മീഡിയൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 1 2 3 4 5 6 എന്നാണ് തന്നിരിക്കുന്നതെന്ന് കരുതുക. എങ്കിൽ നമുക്ക് മിഡിലായിട്ട് 3 എടുക്കാൻ പറ്റില്ല, 4 എടുക്കാനും പറ്റില്ല. സോ ഈവൻ നമ്പേഴ്സ് വന്നാൽ മിഡിലിൽ വരുന്ന 2 നമ്പേഴ്സിനെ എടുക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ നമ്പർ ഓഫ് സീരീസിലെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് 3 + 4 ആയിരിക്കും. സോ 3 + 4 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ ചെയ്യുക. ആൻസർ ഈസ് 3.5 ആണ്. സോ മീഡിയൻ 3.5 ആയിരിക്കും. ഒറ്റ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഓഡ് നമ്പർ വന്നാൽ മിഡിലായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുക. ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ മിഡിലിൽ വരുന്ന 2 നമ്പേഴ്സ് എടുത്തിട്ട് അവ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനിയും നമുക്ക് മോഡ് എന്താണെന്ന് നോക്കാം. മോഡ് എന്നാൽ സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് 1 3 8 3 10 12 16 8 6 3 8 ഇങ്ങനെയുള്ളതിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ നോക്കുക. അതായത് ഒന്നുകിൽ നമ്മൾ നമ്പേഴ്സിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതിനുശേഷം മോസ്റ്റ് റിപ്പീറ്റഡ് നമ്പർ ഏതാണോ അത് നോക്കി നോട്ട് ചെയ്യുക. നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ തന്നേക്കുന്ന നമ്പർ ഓഫ് സീരീസ് ഓഫ് നമ്പേഴ്സിനെ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. സോ എഴുതുമ്പോൾ 1 3 3 6 8 8 8 10 12 16 ഇങ്ങനെ പോകുമായിരിക്കും ഈ ഒരു സീരീസ്. ഇതിലെ മോഡ് എന്ന് പറയുന്നത് 3ഉം 8ഉം ആണ്. അതായത് മോസ്റ്റ് റിപ്പീറ്റഡ് നമ്പേഴ്സ്. മോഡ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, മോഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1 നമ്പേഴ്സ് ഉണ്ടാകും എപ്പോഴും. അതിലെ മോസ്റ്റ് റിപ്പീറ്റഡ് നമ്പേഴ്സും ആയിരിക്കും മോഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.